ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററായ റെയിൻ ബസേരേമ എന്ന പാഠത്തിൻ്റെ 2ാമത്തെ പാർട്ട് പരിചയപ്പെടാം. ആദ്യ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതുകൂടി കാണുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പേജ് നമ്പർ 20 ആദ്യ പാരഗ്രാഫ് വരെയാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. കൂട്ടുകാർക്ക് ഏതാണ് സന്ദർഭം എന്ന് ഓർമ്മയുണ്ടാകുമല്ലോ. ഒരു പാഗലാത്മി വരികയും റൈറ്ററിൻ്റെ മുറിയിലെത്തി രാത്രി മുഴുവൻ അവരെ ഉറങ്ങാൻ അനുവദിക്കാതെ ശല്യപ്പെടുത്തുന്നതുമാണ് സന്ദർഭം. നമുക്ക് ബാക്കി പാഠഭാഗം നോക്കാം. തഫി ഉസ്കാ ധ്യാൻ കോനെ മേ രഖെ ഹമാരെ സാമാൻ കി ഓർ ഗയ. അപ്പോൾ ഉസ്ക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പാഗലാത്മിയാണ്. പാഗലാത്മിയുടെ ശ്രദ്ധ ധ്യാൻ കോനെ എന്ന് പറഞ്ഞാൽ മൂലയിൽ, രഖെ വെച്ചിരിക്കുന്ന, ഹമാരെ സാമാൻ ലഗേജസ് മൂലയിൽ വെച്ചിരിക്കുന്ന തങ്ങളുടെ ലഗേജസിലേക്ക് പാഗൽ ആത്മിയുടെ ശ്രദ്ധ പോവുകയും ഇസ്മേ ക്യാ ഹേ ഇതിൽ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. മുച്ചെ ഇസ്കി തലാശി ലേനി ഹോഗി എനിക്കിത് പരിശോധിക്കേണ്ടതായി വരും. തലാശി ലേന പരിശോധിക്കുക. മുച്ചെ ചിന്താ ഹുയി ഇത് കേട്ടപ്പോൾ നമ്മുടെ റൈറ്ററിന് ഒരു ടെൻഷൻ ഉണ്ടാകുന്നു, ഒരു ആകുലത ഉണ്ടാകുന്നു. ഉസ്മേം സബ്ജി കാട്ട്നേക്ക ചാക്കൂഫിദ ആ ലഗേജസിൽ എന്തുണ്ടായിരുന്നു? പച്ചക്കറി അരിയുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു. കഹീ വഹ് ഉസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ ഈ കത്തി അയാളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിലോ. മേരെ ഫീത്തർ ഫൈക്കി എക്ക് ഹിലോസിയുടെ എൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു തിരമാല ഉയരാൻ തുടങ്ങി. ഹിലോർ എന്ന് പറഞ്ഞാൽ തിരമാല. വേർഡ് മീനിങ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. കൂട്ടുകാർ അറിഞ്ഞൂടാത്ത വാക്കിൻ്റെ അർത്ഥം എഴുതിയെടുത്ത് പഠിക്കുക. ഉസ്നെ ഹമാര പിട്ടു ഖോല അയാൾ നമ്മുടെ പിട്ടു എന്ന് പറഞ്ഞാൽ പെട്ടി തുറന്നു. ഏക്ക് ചീസ് നികാലക്കർ ഫേക്കിനെ ലഗ ഓരോ വസ്തുക്കളായി എടുത്ത് എറിയാൻ തുടങ്ങി. മേം ദം സാദെ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹ. ദം സാദെ എന്ന് പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്, ഞാൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഉസ്കി അയാളുടെ ഹർ ഗതിവിധി ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരുന്നു. ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി ഡെറ്റോളിൻ്റെ കുപ്പിയെടുത്ത് തറയിലേക്ക് എറിഞ്ഞു. ഏക്ക് ചീസ് നികാൽക്കർ ഫേക് ദി ഓരോ വസ്തുക്കളായി എടുത്ത് എറിയാൻ തുടങ്ങി. യഹാൻ തക്ക് കി ചാക്കൂഫി ഫേക് ദിയ ആ കത്തിയും വലിച്ചെറിഞ്ഞു. റൈറ്റർ വിചാരിച്ചു കത്തി കയ്യിൽ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്ന്. പക്ഷേ ആ കത്തിയും അയാൾ വലിച്ചെറിഞ്ഞു. അന്ത്മേ 2-3 കിതാബേ നികാലി അവസാനം ആ പെട്ടിയിൽ നിന്ന് 2-3 ബുക്ക് പുറത്തെടുത്തു. കിതാബേ ഉസ്നെ ഖോൽക്കർ ദേക്കി പുസ്തകങ്ങൾ തുറന്നു നോക്കി. ഫിർ ജ്യോം കി ത്യോം വാപ്പസ് രഖ് ദി എന്നിട്ട് പഴയപടി അതിനെ തിരികെ വെച്ചു. ഹമാരി ഓർ മുടുക്കർ ചോട്ടൂസെ ബോല ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് ചോദിച്ചു. വാട്ട് ഈസ് യുവർ നെയിം നിങ്ങളുടെ പേരെന്താണ്? ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോട്ടുവിനെ സഹമതേ ഹുയെ കഹ മുझे അംഗ്രേസി നഹി ആത്തി. ചോട്ടു പറഞ്ഞു, എന്താ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചോട്ടു സമ്മതിച്ചു. മുസ്സെ പൂച്ച തും ക്യാ കർത്തേ ഹോ റൈറ്ററിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മേനെ കഹ മേ ശിക്ഷകത റൈറ്റർ പറഞ്ഞു, ഞാനൊരു അധ്യാപകനായിരുന്നു. വെച്ചോങ്കോ പഠാത്താത കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാഹു ഞാനിപ്പോൾ റിട്ടയറായി. മേരി ആവാസ് തിർതി എൻ്റെ ശബ്ദം സ്ഥിരമായിരുന്നു. ലേക്കിൻ അന്തർ ഹി അന്തർ മേ ഡരാ ഹുവാത എങ്കിലും ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ടായിരുന്നു. വഹു ചുപ്പ് രഹ ഇത് കേട്ടിട്ട് പാഗലാത്മി നിശബ്ദനായി നിന്നു. മാനോ കഹീ ഖോ ഗയാഹോ എന്തോ ആലോചിച്ച് അല്ലെങ്കിൽ തൻ്റെ മനസാന്നിധ്യം ഇല്ലാത്തതുപോലെ കുറച്ചു നേരം നിന്നു.
മാനോ കുച്ച് യാദ് കർ രഹോ ഹോ, എന്തോ ഓർത്തതുപോലെ. മാനോ ഉസ്കി ഭീതർ കുച്ച് അലോട്ടിത് ഹോ രഹാ ഹോ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യവിചാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നത് പോലെ അദ്ദേഹം അവിടെ കുറച്ചു നേരം മനസാന്നിധ്യമില്ലാതെ നിന്നു. കുച്ച് ക്ഷൺ തക്ക് മുझे ഏക്ടക് ദേഖത്തെ രഹനെ കെ ബാദ്, കുറച്ചു സമയം എന്നെ തുറിച്ചു നോക്കിയതിന് ശേഷം ബോല പറഞ്ഞു, അച്ഛാ സോ ജാओ, ശരി ഉറങ്ങിക്കോളൂ. മേ സിർ സേ ലേക്കർ പാവ് തക്ക് ഓട്ട് കർ സോ ഗയ, തല മുതൽ കാല് വരെ, ഓട്ടന എന്ന് പറഞ്ഞാൽ മൂടുക, പുതപ്പ് മൂടിയിട്ട് സോഗയ ഉറങ്ങാൻ കിടന്നു. യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഉറങ്ങുന്ന പോലെ കിടന്നു. സോച്ചാ ഷായത് വ അബ് വഹ് ചലാജായെ, അങ്ങനെ ഇദ്ദേഹം പോകട്ടെ എന്ന് കരുതി ഉറങ്ങുന്നത് പോലെ കിടന്നു. കൂട്ടുകാർക്ക് അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. തഫി ഏക്ക് വിചിത്ര ഘടനാഘടി, ഘടന എന്ന് പറഞ്ഞാൽ സംഭവം, അപ്പോഴേക്ക് വിചിത്രമായ സംഭവം നടന്നു. അച്ചാനക് ഉസ്നെ മേരെ പൈർ ദബാനെ ശുരു കർ ദിയ, പെട്ടെന്ന് അയാൾ റൈറ്ററിൻ്റെ കാലുകൾ തിരുമാൻ തുടങ്ങി. ഉസ്കെ മസ്ബൂത്ത് ഹാത്തോं का स्पर्श അനുഭവ് करते ही मैं कांपसा रहा, അവൻ്റെ ബലിഷ്ഠമായ കൈകളുടെ സ്പർശനമേറ്റപ്പോൾ തന്നെ റൈറ്റർ വിറച്ചു. ഏക് ഏക് കർക്കെ ദോനോ പേർ ഖൂബ് അച്ചി തരഹ് സെ ദബായെ, ഓരോന്നായി രണ്ട് കാലുകൾ നന്നായി തിരുമ്മിക്കൊടുത്തു. ഉസ്മേ ബഡി താക്കത്ത് തി, അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്തായിരുന്നു? അദ്ദേഹത്തിന് വളരെ ശക്തി ഉണ്ടായിരുന്നു, വളരെ ശക്തനായിരുന്നു ഈ പാഗലാത്മി. എന്നിട്ടോ ഫിർ ഹാത്ത് ദബായെ, അത് കഴിഞ്ഞ് കൈകൾ തിരുമ്മിക്കൊടുക്കാൻ തുടങ്ങി. ഹാത്തോങ്കി ഏക് ഉംഗലി ദബായെ, കൈകളുടെ ഓരോ വിരലും തിരുമ്മി. ഹർ ഖണ്ഡേ ചിന്ത ബനി രഹി കി കഹീ കോയി ഉംഗലി ചടുക്കാനതെ, അദ്ദേഹം വളരെ ആകുലതപ്പെട്ടു. എന്താണ്? അദ്ദേഹം ചിന്തിച്ചു, എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും നിമിഷം തൻ്റെ ഏതെങ്കിലും ഉംഗലി വിരലുകൾ ചടുക്കാനതെ, ചടുക്കിന എന്താണ്? തോടിന, തൻ്റെ വിരലുകൾ ഒടിയുമോ എന്നയാൾ ഭയപ്പെട്ടു. ഇസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി ഖോലി, ഇതെല്ലാം കഴിഞ്ഞിട്ട് റൈറ്ററിൻ്റെ കൈമുഷ്ടി, അത് അടഞ്ഞിരുന്ന കൈമുഷ്ടികൾ തുറന്നു. ഉസ്മേ കുച്ച് രഖ, അതിലെന്തോ വെച്ചു കൊടുത്തു. മുട്ടി ബന്ദ് കി ഔർ ചലാ ഗയ, കൈകൾ അടച്ചു വെച്ചിട്ട് പുറത്തേക്ക് പോയി. ഉസ്കെ ജാത്തെ ഹി ചോട്ടൂനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ ഉസ് പർ താല ലഗാ ദിയ, അദ്ദേഹം പോയ ഉടനെ നമ്മുടെ ചോട്ടു എന്ത് ചെയ്തു? ദർവാസ, വാതിൽ, അന്തർ സെ ബന്ദ് കിയെ, അന്തർ അകത്തുനിന്ന് അടച്ചു, ഉസ് പർ താല ലഗ, അതിൽ കുറ്റിയുമിട്ടു, അകത്തുനിന്ന് അടച്ചു കുറ്റിയിട്ടു. ഹംനെ രാഹത്ത് കി സാസ്ലി, നമ്മൾ വളരെ ആശ്വാസത്തിൻ്റെ ഒരു വളരെ രാഹത്തെന്ന് പറഞ്ഞാൽ ആശ്വാസം, സാസ്ലാന എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക, അതായത് അവർ വളരെ ആശ്വാസം കൊണ്ട് ഒരു ദീർഘനിശ്വാസം വിട്ടെന്നേ അർത്ഥമുള്ളൂ. ബാക്കി 21ാമത്തെ പേജിലേക്ക് പോകാം. കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലേക്കിൻ നീന്ത് നഹി ആയി, ഇദ്ദേഹം, കൂട്ടുകാർ ഒന്ന് ചിന്തിച്ച് നോക്കുക, റൂമിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ഇയാളൊരു അധ്യാപകനാണെന്ന് മനസ്സിലായതിനു ശേഷം ഒരു പ്രശ്നവും നമ്മുടെ പാഗലാത്മി ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല കൈകാലുകളൊക്കെ തിരുമ്മി കൊടുക്കുന്നു, കയ്യിലെന്തോ ഒന്ന് വെച്ചു കൊടുക്കുന്നു, എന്നിട്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് നമ്മുടെ റൈറ്ററിന് എന്ത് വന്നില്ല? ഉറക്കം വന്നില്ല. നീന്ത് നഹിയായി, ഉറക്കം വന്നില്ല. മേ ജാഗത്ത പട, ഉണർന്നിരുന്നു. മേ ജാഗത്ത പടാരഹ, അവർ സോച്ചതാരഹ, എന്നിട്ട് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. കി ഉസ്മേ ഏകാക് ബദലാവ്
ക്യൂം കറായ, അവനിൽ ഓരോ മാറ്റങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത്. വഹ ഉദ്ദഡ് സെ വിനമ്ര കൈസെ ബൻ ഗയ, അയാൾ ഒരു ഉഗ്രരൂപിയായ ഒരു ക്രോധത്താൽ ജ്വലിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ഒരു വിനയാന്വിതനായി മാറിയത്. മുട്ടേ കോൽക്കർ ദേഖാത്തോ, കൈകൾ തുറന്നു നോക്കിയപ്പോൾ ഉസ്മേ 20 പൈസേ കാ സിക്കാത, അതിൽ 20 പൈസയുടെ ഒരു ചെറിയൊരു സിക്ക, ഒരു നാണയം, ഒരു തുട്ടായിരുന്നു കയ്യിൽ വെച്ചു കൊടുത്തത്. ധീരെ ധീരെ ഗുത്തി സുലച്ചനയിലേക്ക്, പതുക്കെ പതുക്കെ റൈറ്ററിന് ആ സമസ്യ എന്താണ്, പ്രശ്നമെന്ന് മനസ്സിലാകാൻ തുടങ്ങി. കിതാബോങ്കോ ഉസ്നെ പേഗാനഹി, പുസ്തകങ്ങൾ അവൻ ഒരിക്കലും വലിച്ചെറിഞ്ഞില്ലായിരുന്നു. കിതാബേൻ ദേഖ്കർ അൻജാനെ ഹി उसके मन में यह बात आई होगी कि यह शायद लिखने पढ़ने वाला आदमी है, शायद गुरु है. പുസ്തകങ്ങൾ കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ അറിയാതെ തന്നെ അറിയാതെ തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. എന്താണ്? ഈ ആദ്മി, ഈ മനുഷ്യൻ ആരായിരിക്കാം? ഒരു ഗുരു ആയിരിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ ലിഖിനെ എഴുതുന്ന വായിക്കുന്ന ഏതെങ്കിലും ആളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഭ്രാന്തൻ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത്. ഉസ് വിക്ഷിപ്ത അവസ്ഥ മേം ഭി ഉസ്കെ അവചേതൻ മേം യഹ് സംസ്കാർ ദബാ പടാ था कि गुरु का तो आदर करना चाहिए. ഈ വിക്ഷിപ്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ അവസ്ഥ എന്നൊക്കെയാണ്. അവൻ്റെ ഈ അസ്വസ്ഥമായ ആ ഒരു അവസ്ഥയിലും അയാളുടെ ഉപബോധ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഗുരു കാത്തോ ആദർ കർനാ ചാഹിയെ, ഗുരുവിനെ ബഹുമാനിക്കണം എന്ന ചിന്തയുണ്ടായിരുന്നു. അവർ യഹ് മാലൂം ഹോനെ പർ कि मैं शिक्षक हूँ, उसका व्यवहार एकाएक बदल गया. उसकी विक्षिप्तावस्था पर उसके संस्कारों ने बढ़त पा ली थी. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും താനൊരു അധ്യാപകനാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ മാറ്റം വരികയും ഈ അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾക്കായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്, സംസ്കാരത്തിനായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ശിക്ഷക് ദിവസ് കെ അവസർ പർ, എന്താണ് ശിക്ഷക് ദിവസ്? അധ്യാപക ദിവസം അല്ലെങ്കിൽ അധ്യാപക ദിനം അല്ലേ? അധ്യാപക ദിനത്തിൻ്റെ അവസരത്തിൽ അല്ലെങ്കിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പൂരെ ദേശ് മേം അൻഗിനിത് ശിക്ഷകോं के सम्मान किया जाता है. പൂരെ ദേശ് മേം, രാജ്യം മുഴുവനും എണ്ണാൻ കഴിയാത്തത്ര അല്ലെങ്കിൽ എണ്ണമറ്റ അധ്യാപകരെ ആദരിക്കാറുണ്ട്. മേരെ ഷെഹർ മേ മേരാ ഭി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഹെ, എൻ്റെ പട്ടണത്തിൽ അല്ലെങ്കിൽ എൻ്റെ നഗരത്തിൽ എന്നെയും ഒത്തിരി തവണ ആദരിച്ചിട്ടുണ്ട്. लेकिन उस रात को 5 आवर आतंक के साए में ही सही मुझे जो सम्मान मिला वह अपूर्व था. लेकिन उस रात में, എന്നാൽ ആ രാത്രിയിൽ ഭയത്തിൻ്റെയും ഭീകരതയുടെയും സായ നിഴലിൽ മുझे जो सम्मान मिला, എനിക്ക് ലഭിച്ച ആദരവ്, വഹ് അപൂർവത, അത് അസാധാരണമായിരുന്നു. ആ രാത്രിയിൽ ഭയത്തിൻ്റെയും ഭീകരതയുടെയും നിഴലിൽ പോലും തനിക്ക് ലഭിച്ച ആ ആദരവ് എങ്ങനെയുള്ളതായിരുന്നു? അപൂർവമായിരുന്നു. മേനെ കഫി നഹി സോച്ചാ താ കി ഏക് ശിക്ഷക് കെ രൂപ് മേം മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോഗ. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു അധ്യാപകൻ എന്ന നിലയിൽ തൻ്റെ ബഹുമതി ഇപ്രകാരം ലഭിക്കുമെന്ന് അല്ലെങ്കിൽ ഇപ്രകാരം കിട്ടുമെന്ന്. ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ത് പടുകൈ. ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം റൈറ്ററിന് ചെറുതായി ഉറക്കം വന്നു. അവസാനത്തെ പേജ് നോക്കാം. സബേര ഹുവ, നേരം വെളുത്തു.
बिखरे सामान को फिर से पिट्टू में जमाते हुए छोटू ने कहा. ബിക്കിരെ സാമാൻ എന്താണ്? ചിതറിക്കിടക്കുന്ന തൻ്റെ വസ്തുക്കളെല്ലാം ജമാത്തെ ഹുയെ വീണ്ടും ശേഖരിച്ച് പെട്ടിയിൽ വെച്ചുകൊണ്ട് ചോട്ടുവിനെ കഹ, ചോട്ടു പറഞ്ഞു. ഉസ്നെ ഹമാരി കാനി കോട്ടി തക്ക് നഹീലി. അദ്ദേഹം നമ്മുടെ കാനി കോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയും, എന്ത് പറയും, നമ്മൾ കാലണ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതായത് ഏറ്റവും മൂല്യം കുറഞ്ഞ വസ്തു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഒരു ചെറിയ തൊട്ട് പോലും അല്ലെങ്കിൽ 4 കാലണ പോലും അവൻ എടുത്തുകൊണ്ട് പോയില്ല. ദർവാസ കോൽക്കർ ഹം ബാഹറായെ. കതക് തുറന്ന് ഞങ്ങൾ പുറത്തു വന്നു. പടോസ്കെ യുവകസെ കഹ. അപ്പോൾ അടുത്ത വീട്ടിലെ യുവാവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, രാത്തു കൊയ്ക പാഗൽ ആദ്മീനെ ഹമേ ബഹുത്ത് പരീക്ഷാൻ കിയ. രാത്രി ഒരു ഭ്രാന്തനായ ആൾ വന്ന് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. കണ്ടേ ടേട്ട് കണ്ടേ തക്ക് ഹമേ ഡരാത്ത തമുക്കാത്ത രഹ. 1.5 മണിക്കൂറോളം നമ്മെ ഭയപ്പെടുത്തി. വഹ ഹമേ പീഠ്ഫി സക്താത. അവന് വേണമെങ്കിൽ നമ്മളെ തല്ലാനും കഴിയുമായിരുന്നു. വെ മേരെ പിതാഹെ. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ എൻ്റെ അച്ഛനാണ്. പാഗൽപൻക ദൗര പടുത്താഹെ. ഭ്രാന്താണ് അദ്ദേഹത്തിന്. തഫി ഏസി ഹർക്കത്തെ കർത്തേഹെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. പർ കിസിക്കോ മാർത്താ നഹി. എന്നാലും ആരെയും ഉപദ്രവിക്കാറില്ല. വൈസേ വേ യഹാം നഹീരകത്തെ. എന്നാലും അയാൾ ഇവിടെയല്ല താമസിക്കുന്നത്. മണ്ഡി ദ്വീപ് മേ മേരി ഭായിയോങ്കെ പാസ് രഹത്തേഹെ. മണ്ഡി ദ്വീപിൽ തൻ്റെ സഹോദരന്മാരോടൊപ്പമാണ് താമസിക്കുന്നത്. കൽ രാത്ത് കോഹി ആയേഹെ. ഇന്നലെ രാത്രിയാണ് മടങ്ങി വന്നത്. മണ്ഡി ദ്വീപ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ തൻ്റെ സഹോദരങ്ങളോടൊപ്പമാണ് അച്ഛൻ താമസിക്കുന്നത്. ഇന്നലെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ ചോട്ട് ചോദിക്കുന്നു, ഹമാരി മദത് കേലിയെ തും ആയി ക്യൂ നഹി. എന്നാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരാത്തത് എന്താണ്? മേ ഖേത്ത് പർ സോയാത്ത സോയാബീൻ കട്ട് രഹാത്ത. ഞാൻ പാടത്താണ്, വയലിലാണ് ഉറങ്ങിയത്. അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? സോയാബീൻ വിളവെടുക്കുകയായിരുന്നു. അഫി ആയാഹോ. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആപ്കെ യഹാം സെ ആനയ്ക്ക് ബാദ് വേയെ ചബൂത്തരെ ചലേഗയെ. നിങ്ങളടുത്ത് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം അച്ഛൻ എങ്ങോട്ട് പോയി? ചബൂത്തരയിലേക്ക് പോയി. അഫി വഹിഹെ. ഇപ്പോൾ അവിടെയാണുള്ളത്. ഈ ചബൂത്തര എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ കൂട്ടുകാരെ? ഇത് മധ്യപ്രദേശിൽ തന്നെയാണ്. അത് അമർകണ്ടക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു ചെറിയ പ്ലേസാണ് ചബൂത്തര. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൻറ്റ് കബീർ, നമ്മുടെ കബീർ ദാസ്, അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ, ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് കബൂത്തര. കബീർ ദാസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? ഗുരുവും ദൈവവും ഒന്നിച്ച് വന്നാൽ നിങ്ങൾ ആരെയാണ് പ്രണമിക്കുക, ആരെയാണ് തൊഴുകുക, ആരെയാണ് ആദ്യം പ്രണമിക്കുക എന്ന ചോദ്യത്തിന് കബീർദാസിൻ്റെ ഉത്തരം, ഞാൻ ആദ്യം ഗുരുവിനെയാണ് പ്രണമിക്കുക. എന്തുകൊണ്ടാണ്? തനിക്ക് ദൈവത്തെ കാട്ടിത്തരുന്നത് ആരാണ്? ഗുരുവാണ്. ലോകം എന്താണെന്ന് പരിചയപ്പെടുത്തി തരുന്നത്, പഠിപ്പിച്ചു നൽകുന്നത് ഗുരുവാണ്. അതുകൊണ്ട് ആദ്യം ആരെയാണ് നമ്മൾ തൊഴുവാനുള്ളത്? നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാനുള്ളതും ആദരിക്കാനും ബഹുമാനിക്കാനുള്ളതും എല്ലാം ഗുരുവിനെയാണ് എന്ന് പറഞ്ഞത് കബീർദാസ് ആണ്. ഇത്രയും ഗുരുവിനെ ആദരിക്കുന്ന കബീർദാസിൻ്റെ ഇടത്തേക്കാണ് നമ്മുടെ പാഗൽ ആദ്മി പോയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കി നോക്കാം. ഹമാര രാസ്ത ചബൂത്തരെ സെ ഹോക്കർ ജാത്താ ഹെ. റൈറ്ററും ചോട്ടും ചബൂത്തരയിലൂടെയാണ് പോകുന്നത്. ഹം വഹാസെ നികലേത്തോ വഹാം ഘടാമില. ഞങ്ങൾ ആ ചബൂത്തരയിലോട് പോയപ്പോൾ പാഗലാദ്മിയെ അവിടെ വെച്ച് കണ്ടു. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീ ദിയ. അവർ എന്ത് ചെയ്തില്ല? അദ്ദേഹത്തെ ശ്രദ്ധിച്ചതുപോലുമില്ല. തഫി നീച്ചെ ഉതർക്കർ ഘുട്ടനോ കെ ബെൽ ചുക്കർ ഉസ്നെ മേരി പാവ് ചുയെ. ഇവർ ശ്രദ്ധിച്ചതുപോലുമില്ലെങ്കിലും നമ്മുടെ പാഗലാദ്മി എന്ത് ചെയ്തു? ഇവരുടെ അടുത്തേക്ക് വന്നു. കാലിൽ വന്ദിച്ചു കൊണ്ടു പറഞ്ഞു. എന്തു പറഞ്ഞു? ഉസ്നെ മേരി പാവ് ചുവ. കാലുകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഗുരുദേവ് ബഹുത്ത് ഷർമന്ദാഹും. ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു. ക്യാ കർത്ത
ദൗര ജോ പടാത എന്ത് ചെയ്യും എനിക്ക് ദൗര എന്ന് പറഞ്ഞാൽ ഇവിടെ അസുഖം എന്നാണ് വേർഡ് മീനെങ്കിലും തനിക്ക് ഭ്രാന്താണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യും എനിക്ക് ഭ്രാന്താണ്. ഉസ്കെ ചെഹരെ പർ പച്താവാത അദ്ദേഹത്തിൻ്റെ മുഖത്ത് പശ്ചാത്താപമുണ്ടായിരുന്നു. ആംഖോമേ ആസു കണ്ണുകളിൽ കണ്ണുനീരും ഉണ്ടായിരുന്നു. മേനെ കഹ അത് കേട്ടിട്ട് നമ്മുടെ റൈറ്റർ പറയുന്നു, ഫായി തും നഹി ജാൻതേ കി തുമ്നെ ഗുരുവോം കാ കിത്നാ മാൻ ബടായാ ഹെ. നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഗുരുക്കളെ ബഹുമാനിക്കും, ഗുരുക്കളുടെ മഹത്വം നിങ്ങൾ എത്രമാത്രം വർദ്ധിപ്പിച്ചുവെന്ന് നിങ്ങൾക്കറിയില്ല. കിസിയേക്ക് ഗുരു കാ നഹി തമാം ഗുരുവോങ്ക, അത് ഒരു ഗുരുവിൻ്റേതല്ല, സമസ്ത ഗുരുക്കന്മാരുടെയും ബഹുമാനം നിങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇസ്കെ സാത്ത് ഹി ഹം ആകെ ബഡ്ലിയെ, ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. എന്നിട്ട് പറഞ്ഞു, അവർ വഹ് സിക്ക ആജ് ഫി മേരെ പാസ് ഹേ, ആ നാണയത്തൊട്ട് ഇപ്പോഴും തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാ സെൻറ്റൻസും അതിൻ്റെ അർത്ഥവും വേർഡ് മീനിങ്ങും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching Sega Studies.